everyone, welcome back to my next video. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് സീരീസിലെ മൂന്നാമത്തെ ആൻഡ് ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതിനു മുന്നത്തെ രണ്ട് ഫേസ് പാക്കിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഫേസ് പാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവാൻ ഒന്ന് വെളുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ പോയിട്ട് സ്കിന്നൊന്ന് വൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ഫേസ് പാക്കാണ് ഈ ഫേസ് പാക്ക്. നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പല ആളുകളും ചോദിക്കാറുണ്ട് ഫേസ് പാക്കൊക്കെ ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പല ഫേസ് പാക്കുകളും നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ഒക്കെ വട്ടമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഡെയിലി ഒരു 30 ദിവസത്തിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കിൻ കെയർ ചലഞ്ച് പോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 100% ഞാൻ ഉറപ്പ് തരാണ് നിങ്ങളുടെ സ്കിൻ ഷെയ്ഡ് 1-2 ലൈറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. 1-2 ദിവസം ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് 30 ദിവസം രാത്രിയിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ എന്നെയും എൻ്റെ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് റെമി, ചാനലിൻ്റെ പേര് വ്ളോഗ്സ് ബൈ റെമി എന്നാണ് കേട്ടോ. അപ്പോൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മറക്കാണ്ട് ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പ്രിപ്പറേഷൻസ് കാണാൻ വേണ്ടി പോകാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് 1 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് നമ്മുടെ നോർമൽ വറുത്ത് പൊടിച്ചിട്ടുള്ള ഈ പുട്ടിൻ്റെയൊക്കെ അപ്പത്തിൻ്റെയും പൊടി കേട്ടോ. പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഹണി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ രാവിലെ വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം, അതായത് പുളിപ്പിച്ചതല്ല, നോർമൽ കഞ്ഞിവെള്ളം, കട്ടിയുള്ളത് കേട്ടോ. തെളി മാറ്റി വെച്ചതിന് ശേഷം അടിയിൽ ഇങ്ങനെ ഊർന്നു വരുന്ന കട്ടിയുള്ള തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഭയങ്കര ന്യൂട്രിയൻസും വൈറ്റമിൻസും സ്കിന്നിന് ഒരു ഗ്ലാസ് ക്ലോക്ക് റിസൾട്ട് കിട്ടാനായിട്ട് കഞ്ഞിവെള്ളം അടിപൊളിയാണല്ലോ. അപ്പോൾ അതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കഞ്ഞിവെള്ളത്തിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല, ബാക്കി 3 സംഭവങ്ങളും ഒരേ റേഷ്യോയിൽ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വല്ലാണ്ട് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ എടുക്കരുത്. ഇത്തിരി കട്ടിക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ മുഖത്ത് അങ്ങനെ വല്ലാണ്ട് എന്ന് ഇടുമ്പോഴേ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്യാൻ. ഇത് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നന്നായിട്ട് നല്ലൊരു ക്ലെൻസർ വെച്ചിട്ട് തന്നെ ക്ലെൻസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഫേസിലോട്ട് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ വെയിലത്ത് പോകുന്നവരാണെങ്കിൽ സൺസ്ക്രീൻ മറക്കാണ്ട് ഇടുക. ഇതൊക്കെ ഇട്ടിട്ട് സൺസ്ക്രീൻ ഇട്ടാണ്ട് വെയിലത്ത് പോയാൽ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇത് ഇത്തിരി സ്റ്റിക്കി ഫീലാണ് കേട്ടോ. കുറച്ച് കട്ടിക്കുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മൾ അരിപ്പൊടിയും അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി ആയാലും കുറച്ച് സ്റ്റിക്കിയാണ്, പിന്നെ ഹണി ആയാലും കുറച്ച് സ്റ്റിക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏകദേശം ഞാനൊരു കോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്യാം. ഏകദേശം ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വാഷ് ചെയ്യാൻ കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു കോട്ടൻ്റെ ഒരു പാഡ്, അതായത് പാക്ക് റിമൂവിങ് പാഡ് വെച്ചിട്ട് അത് നനച്ചതിന് ശേഷം ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫേസ് അപ്പോൾ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നില്ല. നന്നായിട്ട് എന്താ പറയുക, അഴുക്കൊക്കെ പോയിട്ടൊരു ഹെൽത്തി ഫേസ് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് നമ്മൾ ഒരു 30 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ബ്രൈറ്റ് ആകുന്ന ഒരു ബ്രൈറ്റായ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വീണ്ടും ആ സ്ഥലത്ത് തന്നെ നിന്ന സമയത്തിന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സ്കിന്നിൽ എത്രത്തോളം ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ദിവസം അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ബൈ.